കോവിഡ് വന്നതോടെ കുറെ ഷോപ്പ് നടത്തുന്നവർക്ക് വരുമാനമില്ലാതെ റെന്റ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാതെ കഷ്ടത്തിലാണ്. അതുകൊണ്ട് പലിശക്ക് കടം കൊടുക്കുന്നവരും ബാങ്കിനേക്കാൾ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞു വന്ന ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിച്ചു. വേറൊരു സൈഡിൽ കിമ്മിനും ഒരു ദിവസം പോലും ട്രെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ജിമ്മിൽ എത്തിയതും അവിടെ ഉണ്ടായിരുന്ന ഒരുത്തന് കോവിഡ് പോസിറ്റീവായി. അത് ക്ലോസ് ആണ്. അതോടെ വൂജിനിന് കോൾ ചെയ്തു വർക്കൗട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അവന്റെ വീട് അന്വേഷിച്ചിറങ്ങി. പക്ഷെ വൂജിന് ഭയങ്കര മടിയനാണ്. കിമ്മ് വരുമ്പോൾ ഒരു പെണ്ണ് ഒരുത്തന്റെ പിന്നാലെ ഓടുന്നത് കണ്ടു. പോയി നോക്കിയാൽ അവൾ അവനെ ഇടിച്ചൊരു വൈക്കാക്കിയിട്ടുണ്ട്. അവളെ ഫോളോ ചെയ്ത് പോയാൽ സ്റ്റൺ ഗൺ വെച്ച് അവനെ നിലത്തേക്ക് ഇട്ടു. നീ അവന്മാരുടെ ആളാണോ എന്ന് ചോദിച്ചു. ഏത്, ഞാൻ ആ പാവത്തിനെ ഓടിക്കുന്നത് കണ്ടപ്പോൾ സേവ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അവനൊരു ഫ്രോഡാണ്, അറിയാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോയി. അവളൊരു പലിശക്ക് പണം കൊടുക്കുന്ന ആളുടെ വളർത്തു മകളാണ്. പക്ഷെ ആൾ ഒരു പലിശ പോലും വാങ്ങാതെ പാവങ്ങളെ സഹായിക്കാമെന്ന് മൈൻഡുള്ള ആളാണ്. പക്ഷെ ആരും കാണാതെ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. പക്ഷെ അവൾക്ക് മുത്തശ്ശൻ ഇൻട്രസ്റ്റ് വാങ്ങാതെ ക്യാഷ് കൊടുക്കുന്നതിന് തീരെ താല്പര്യമില്ല. പക്ഷെ ചില ആൾക്കാര് പാവങ്ങളെ പറ്റിക്കാൻ മിടുക്കരാണല്ലോ, ക്യാഷ് തരാതെ മുങ്ങും. അങ്ങനെയുള്ളവന്മാരെ ഈ പെണ്ണ് പോയി പിടിക്കും. പക്ഷെ മുത്തശ്ശനും അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് പേടിച്ചു. ജോലിക്ക് ഹയർ ചെയ്യുന്ന ഒരാളെ വിളിച്ചു. എനിക്കൊരു സത്യസന്ധനായ ഒരു ബോഡി ഗാർഡിനെ വേണമെന്ന് പറഞ്ഞു. ഇവിടെ കിമ്മും വൂജിനിന്റെ വീട്ടിലിരിക്കുകയാണ്. വൂജിനും കോവിഡ് വരുന്നതിന് മുമ്പ് കിൻഡർ ഗാർഡനിലെ പിള്ളേർക്ക് ബോക്സിംഗ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആദ്യത്തെ ആ പലിശക്കാരനും അവര് കടം കൊടുത്ത് സ്റ്റോറിലേക്ക് എത്തി. ഞങ്ങൾ ക്യാഷ് തന്നതിന്റെ എക്സ്റ്റൻഷൻ ഫീ നിങ്ങൾ എന്താ അടക്കാത്തതെന്ന് ചോദിച്ചു. കാരണം സൈൻ ചെയ്തിട്ട് ആകെ 24 മണിക്കൂറേ ആയിട്ടുള്ളൂ. പക്ഷെ ഇൻട്രസ്റ്റ് കുറഞ്ഞ നിരക്കിലാക്കിയതോടെ അതിനൊരു ഫീ വേണമെന്ന് അവന്മാര് കോൺട്രാക്റ്റിൽ എഴുതി ചേർത്തിരുന്നു. കൂടാതെ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് അടക്കാത്തത് കൊണ്ട് 10% ഇൻട്രസ്റ്റ് ഉള്ളത് 50% 40 മില്യൺ അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഹീറോയുടെ അമ്മയുടെ അടുത്ത് പ്രശ്നമുണ്ടാക്കി. പേടിച്ചിട്ട് അമ്മയും ഹീറോയെ വിളിച്ചു. അവന്മാര് കട നശിപ്പിക്കാൻ തുടങ്ങി. വന്നതും അമ്മയുടെ അവസ്ഥ കണ്ടതും ഷോക്കായി. അങ്ങനെ അവസാനം അവന്റെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി. അതിനുശേഷം അവനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടിച്ചിടാൻ തുടങ്ങി. ഒറ്റ പഞ്ചിൽ തന്നെ എല്ലാവരും നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.